ഇന്ന് പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സംസാരിക്കുന്നവർ മറന്നുപോയ അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു ഭൂതകാലമുണ്ട് ഭാരതത്തിന്. 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലം. രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ ഭാവി വെച്ച് പന്താടിയ കോപ്പിയടി മാഫിയകൾക്ക് മുന്നിൽ അന്നത്തെ കേന്ദ്ര സർക്കാർ നട്ടെല്ല് വളച്ചു നിന്ന 10 വർഷങ്ങൾ. IIM എയിംസ് മുതൽ IAS വരെ പണം കൊടുത്താൽ ചോദ്യപേപ്പർ വാങ്ങി IASകാരനും ഡോക്ടറുമാകാമെന്ന അവസ്ഥയുണ്ടാക്കിയ UPA കാലത്തെ ആ വമ്പൻ ചോർച്ചകളുടെ ഞെട്ടിക്കുന്ന കണക്കുകളിലേക്ക്. തുടക്കം മെഡിക്കൽ സ്വപ്നങ്ങൾ കണ്ട പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ നെഞ്ചത്തടിച്ചുകൊണ്ടായിരുന്നു. 2006 രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രീ മെഡിക്കൽ ടെസ്റ്റായ APMT പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നു. രാജസ്ഥാനിലും ഡൽഹിയിലും വൻതുകയ്ക്കാണ് പേപ്പർ വിറ്റത്. ഒടുവിൽ പരീക്ഷ റദ്ദാക്കി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷണത്തിനിരുത്തേണ്ടി വന്നു അന്നത്തെ UPA സർക്കാരിന്. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ ഏകാശ്രയമായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ സിസ്റ്റമാറ്റിക്കായി ചോർത്തപ്പെട്ടത് UPA കാലത്താണ്. ഉത്തരേന്ത്യയിൽ സംഘടിത റാക്കറ്റുകൾ ചോദ്യപേപ്പറുകൾ മുൻകൂട്ടി വിറ്റ് കോടികൾ കൊയ്തു. CBI അന്വേഷണം പ്രഖ്യാപിച്ച് കൈ കഴുകുകയല്ലാതെ ഒരു ശാശ്വത പരിഹാരവും അന്നത്തെ കേന്ദ്ര ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നില്ല. 2011 ആയപ്പോഴേക്കും മാഫിയകൾ കൂടുതൽ ശക്തിപ്പെട്ടു. ഹരിയാന കേന്ദ്രീകരിച്ച് ബ്ലൂടൂത്ത് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് APMT പരീക്ഷയിൽ വൻ ക്രമക്കേട് നടന്നു. അതേ വർഷം തന്നെ IIM പ്രവേശനത്തിനുള്ള ഓൺലൈൻ കാറ്റ് പരീക്ഷയും ഹാക്ക് ചെയ്യപ്പെട്ടു. രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇതൊന്നും അറിയുന്നില്ലേ എന്ന ചോദ്യം അന്ന് രാജ്യമെമ്പാടും ഉയർന്നു കേട്ടതാണ്. 2012 രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ PG പ്രവേശന പരീക്ഷ വരെ വിൽപ്പനയ്ക്ക് വെച്ചു UPA ഭരണകാലത്തെ ചോർച്ച മാഫിയകൾ. ഡൽഹിയിലും നോയിഡയിലും ചോദ്യപേപ്പറുകൾ പരീക്ഷയ്ക്ക് മുൻപേ ചോർന്നു. CBI അന്വേഷണത്തിൽ ഡോക്ടർമാരും ഏജന്റുമാരും അടങ്ങുന്ന വമ്പൻ റാക്കറ്റ് തന്നെയാണ് പിടിയിലായത്. 2013 റെയിൽവേയിലെ സാധാരണ ജോലികൾക്കുള്ള RRB പരീക്ഷകളുടെ ചോദ്യപേപ്പർ വാങ്ങിവിറ്റത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇതിനെല്ലാം പുറമെയാണ് രാജ്യത്തെ പിടിച്ചുലച്ച മധ്യപ്രദേശിലെ വ്യാപം അഴിമതി. ചോർച്ച തടയാൻ ഒരു കൃത്യമായ ഏജൻസിയോ സുതാര്യമായ സിസ്റ്റമോ ഉണ്ടാക്കാൻ UPA സർക്കാരിന് സാധിച്ചില്ല. അതെ, UPA ഭരണകാലത്ത് ചോർച്ച ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സായി മാറിയിരുന്നു. പരീക്ഷാ ഏജൻസികളുടെ ഉത്തരവാദിത്തമില്ലായ്മയും ചോർച്ചാ മാഫിയകൾക്ക് കിട്ടിയ രാഷ്ട്രീയ സംരക്ഷണവും ഇന്ത്യയിലെ പരീക്ഷാ സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കി. എന്നാൽ ഇന്ന് ആ പഴയ തകർച്ചയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് NTA പോലുള്ള ഏകീകൃത സംവിധാനങ്ങൾ കൊണ്ടുവരാനും കുറ്റക്കാർക്കെതിരെ കർശന നിയമങ്ങൾ നിർമ്മിക്കാനും ആർജവം കാണിക്കുന്നത് ഇന്നത്തെ കേന്ദ്ര സർക്കാരാണ്. അന്നത്തെ അരാജകത്വം മാറ്റിയെടുക്കാൻ ഇന്നത്തെ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ കാണാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം വിമർശിക്കുന്നവർ ഈ കണക്കുകൾ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി സമരമുഖങ്ങളിൽ കാണുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെയാണോ? കൃത്യമായ അന്വേഷണ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന വസ്തുതകളാണ് തെളിയുന്നത്. തെരുവിൽ അക്രമം അഴിച്ചുവിടുന്ന 90% പേരും വിദ്യാർത്ഥികളെയല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രത്യേകമായി സ്പോൺസർ ചെയ്ത് ദിനം പ്രതി പണം നൽകിയെത്തിച്ച വാടകക്കാരായ കലാപകാരികളാണ് അവിടെ അണിനിരക്കുന്നത്. സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളുടെ വികാരത്തെ മുൻനിർത്തി രാജ്യത്തെ അരാജകത്വം സൃഷ്ടിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഈ അക്രമ സമരങ്ങൾക്ക് പിന്നിലേക്ക് കോടികളുടെ ഫണ്ടാണ് ഒഴുകിയെത്തുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് 50 കോടിയോളം രൂപയോളം ഇതിനായി മാത്രം സമാഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ആരാണ് ഈ പണം ഒഴുക്കുന്നത്? ഭാരതത്തിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ഡീപ് സ്റ്റേറ്റ് ഏജന്റുകളുടെ കറുത്ത കരങ്ങളാണ് ഇതിന് പിന്നിൽ. ഭാരതത്തിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട വിദേശ ശക്തികൾ ഇവിടെ ഭരണസ്തംഭനമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമമാണിത്. കേന്ദ്ര സർക്കാരിനെതിരെ ഈ വികാരം കത്തിച്ച് പടർത്താൻ ഒന്നിച്ചിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശത്രുക്കളാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃത നെറ്റ്വർക്കുകൾ, ഖലിസ്ഥാനി തീവ്രവാദ ഗ്രൂപ്പുകൾ, വിദേശത്തു നിന്നും
വൻതോതിൽ ഫണ്ട് വഴിതിരിച്ചുവിട്ട് കലാപത്തിന് കോപ്പുകൂട്ടുന്നു. ബംഗ്ലാദേശ് കേന്ദ്രീകൃത തീവ്രവാദ ശൃംഖലകളും ജമാഅത്തെ ഇസ്ലാമിയും ഭാരതത്തിന്റെ അതിർത്തി കടന്ന് പണവും ആളുകളെയും എത്തിച്ച് സമരത്തിന് ഇന്ധനമേകുന്നു. നേപ്പാളിലും ബംഗ്ലാദേശിലും സമീപകാലത്ത് കണ്ട രാഷ്ട്രീയ അസ്ഥിരതയും അട്ടിമറികളും നാം കണ്ടതാണ്. തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന അതേ ഡീപ് സ്റ്റേറ്റ് ടൂൾ കിറ്റ് ഭാരതത്തിലും പ്രയോഗിക്കുക എന്നതാണ് ഈ രാജ്യവിരുദ്ധ അച്ചുതണ്ടിന്റെ അന്തിമ ലക്ഷ്യം.